വാട്ട് ഈസ് സിവിലൈസേഷൻ? എന്താണ് സിവിലൈസേഷൻ? സിവിലൈസേഷൻ റെഫേഴ്സ് ടു ദ ഓർഗനൈസ്ഡ് വേ ഓഫ് ലൈഫ് ദാറ്റ് ഹ്യൂമൻ ഫോം ബൈ ലിവിംഗ് ടുഗദർ ഇൻ കമ്മ്യൂണിറ്റീസ്. അതായത് മനുഷ്യർ കൂട്ടായി താമസിച്ച് ഒരു നാഗരികമായ ജീവിതം രൂപീകരിക്കുന്നതിനെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യരുടെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫിനെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ ആർട്ട് ഉണ്ടാകും, അതുപോലെ ലിറ്ററേച്ചർ, റിലീജിയൻ, ലോസ്, അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ലാംഗ്വേജ് എന്നിവയെല്ലാം ഉണ്ടായിരിക്കും. ഈ 21-ാം നൂറ്റാണ്ടിലെ 2025 സിവിലൈസേഷന്റെ പേരാകുന്നു ഡിജിറ്റൽ ഗ്ലോബൽ സിവിലൈസേഷൻ. എന്നാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സംസ്കാരം അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സിവിലൈസേഷന്റെ പേര് നിങ്ങൾക്കറിയാമോ? അതിന്റെ പേരാകുന്നു മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. ഇതാകുന്നു ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആകുന്നു ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ് ആകുന്നു. ബാബിലോണിയ, പേർഷ്യൻ, സുമേറിയൻ, അക്കാദിയൻ, അസീറിയൻ, ചാൽഡിയൻ നഗരങ്ങളിലെ സിവിലൈസേഷനെ കോമൺ ആയിട്ടാണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഏഷ്യ കോണ്ടിനെന്റിലെ വെസ്റ്റ് ഏഷ്യയിലെ ഭാഗത്തു വരുന്ന അർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന ടൈഗ്രീസ്, യുഫ്രട്ടീസ് നദീതടങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സിവിലൈസേഷൻ ഉയർന്നു വന്നത്. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ് ആകുന്നു. BCE 4000 ഈ സംസ്കാരം ആരംഭിച്ചതായി ഗവേഷകർ പറയുന്നു. നദികൾക്കിടയിലെ രാജ്യം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം. സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. അവരുടെ ദേവൻ ചന്ദ്രനായിരുന്നു. ലോകത്ത് ആദ്യമായി കലണ്ടർ കണ്ടെത്തിയതും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലാണ്. അത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. കുശവന്റെ ചക്രം കണ്ടുപിടിച്ചതും മെസപ്പൊട്ടേമിയക്കാരാണ്. അതുപോലെ സുമേറിയൻ സിവിലൈസേഷൻ എന്നും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ ജനറലൈസ് ചെയ്ത് പറയാറുണ്ട്. മെസപ്പൊട്ടേമിയയിൽ വരുന്ന സുമേറിയൻ സിവിലൈസേഷനാണ് കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ സിവിലൈസേഷൻ. ഉറുക്ക്, ലഗാഷ് എന്നീ 3 നഗരങ്ങൾ സുമേറിയൻ സിവിലൈസേഷന്റെ ഭാഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു. BCE 4000 കാലഘട്ടങ്ങളിലായിരുന്നു ഈ ഒരു സുമേറിയൻ സിവിലൈസേഷന്റെ ആഗമനം. അവിടുത്തെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു സിഗുറാത്തുകൾ. ചളി കുഴച്ചുണ്ടാക്കിയ ഇഷ്ടിക കൊണ്ട് ആ ആരാധനാ കേന്ദ്രങ്ങളായ സിഗുറാത്തുകൾ നിർമ്മിച്ചിരുന്നു. ഇവരുടെ എഴുത്ത് ലിപിയാണ് ലോകത്തിലെ ആദ്യത്തെ ലിപിയായ ക്യൂണിഫോം ലിപി. ലോകത്തിലെ ആദ്യത്തെ എഴുത്ത് ലിപിയാണ് ക്യൂണിഫോം ലിപി. അത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ ഭാഗമാണ്. അതിന്റെ ആകൃതി, ആ ലിപിയുടെ ആകൃതി ആപ്പിന്റെ ആകൃതിയായിരുന്നു. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിൽ വരുന്ന ബാബിലോണിയൻ സിവിലൈസേഷനിലെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. ആദ്യത്തെ നിയമസംഹിതയും ഈ സിവിലൈസേഷന്റെ ഭാഗമായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നിയമമായിരുന്നു അവരുടേത്. അത് BCE 1754 പുരാതന ലോകാത്ഭുതങ്ങളിലൊന്നായ ആടുന്ന പൂന്തോട്ടം, അതായത് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത് ബാബിലോണിയയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. നെബുക്കദ് നെസാർ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ കലണ്ടറിൽ 12 മാസങ്ങളും 4 ആഴ്ചകളും ഉണ്ടായിരുന്നു. ഒരു ദിവസം 24 മണിക്കൂറുകളായി വിഭജിച്ചിരുന്നു. ഗണിതത്തിലെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്നിവയും അവർക്കറിയാമായിരുന്നു. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. നൈൽ നദിക്കരയിലാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉടലെടുത്തത്. നൈലിന്റെ ദാനം എന്ന് ഈജിപ്തിനെ വിളിച്ചത് ഹിസ്റ്റോറിയൻ ആയിരുന്ന ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നതും ഹെറോഡോട്ടസിനെയാണ്. കറുത്ത ഭൂമി എന്നർത്ഥം വരുന്ന കെമറ്റ് എന്നായിരുന്നു ഈജിപ്തിന്റെ പഴയ പേര്. കാരണം നൈലിന്റെ തീരത്ത് ധാരാളമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈജിപ്തിന്റെ വെസ്റ്റേൺ സൈഡിൽ വിശാലമായ സഹാറ മരുഭൂമിയും ഈസ്റ്റേൺ സൈഡിൽ നെമീബിയൻ ഡെസേർട്ട് റീജിയനുമാണുള്ളത്. പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറവോ എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്തിലെ ജനങ്ങൾ ഫറവോയെ ദൈവമായി ആരാധിച്ചിരുന്നു. ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ ഹെവാർഡ് കാർട്ടർ 1922 ഏൻഷ്യൻ ഈജിപ്തിലെ 18-ാം വംശത്തിലെ ഫറവോ ആയിരുന്ന തൂത്തൻഖാമന്റെ മമ്മി കണ്ടെത്തി. ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി വരുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ്. അവരുടെ പേരാകുന്നു ഹാറ്റ്ഷെപ്സൂട്ട്. ഏൻഷ്യൻ ഈജിപ്തിലെ പ്രധാന ദേവൻ സൂര്യനായിരുന്നു. ഈജിപ്തിലെ ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളെയാണ് മമ്മികൾ എന്ന് വിളിക്കുന്നത്. ഫറവോമാരുടെ ശവകുടീരങ്ങളെ പിരമിഡുകൾ എന്ന് വിളിക്കുന്നു. ഈജിപ്തിലെ തലസ്ഥാന നഗരമായ കൈറോയ്ക്കടുത്തുള്ള ഗിസയിലുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്. ഈജിപ്തിലെ ഫറവോ ആയിരുന്ന കുഫു നിർമ്മിച്ചതാണ് ഗിസയിലെ പിരമിഡ്. ഈജിപ്തിലെ ഗിസയിലുള്ള ഭീമാകാരമായ ശില്പമാണ് സ്ഫിങ്സ്. സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമാണ് ഈ ശില്പത്തിന്. ഈജിപ്തിലെ ജനങ്ങൾ വികസിപ്പിച്ചെടുത്ത എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാകുന്നു. പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് ഈജിപ്തുകാർ എഴുതിയിരുന്നത്.
ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചെടുത്ത ഫ്രഞ്ച് സ്കോളറായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷംപോലിയോ. നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു റോക്ക്, അതായത് വലിയൊരു ശിലയാകുന്നു റോസറ്റ. ഏൻഷ്യൻ ഈജിപ്തിന്റെ തലസ്ഥാനമാണ് മെംഫിസ്. ഈജിപ്ത് കൈയടക്കിയ ആദ്യത്തെ വിദേശികളാണ് ഹിക്സോക്സ് എന്ന നാടോടി വർഗം. ഇവർ ലോവർ ഈജിപ്താണ് ഭരിച്ചത്. അപ്പർ ഈജിപ്ത് ഭരിച്ചത് ഫറവോമാരായിരുന്നു. അതിനു മുമ്പ് അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും ഒരുമിച്ചായിരുന്നു. മെനസ് എന്ന ചക്രവർത്തിയായിരുന്നു അപ്പർ ഈജിപ്തിനെയും ലോവർ ഈജിപ്തിനെയും ഏകീകരിച്ചത്. 18-ാം രാജവംശത്തിലെ അഹേമാസ് ഒന്നാമനാണ് ലോവർ ഈജിപ്ത് കൈയടക്കി ഭരിച്ച ഹിക്സോക്സ് എന്ന നാടോടി വർഗത്തെ പുറത്താക്കിയത്. 18-ാം രാജവംശ സമയത്ത് ഈജിപ്തിന്റെ ക്യാപിറ്റൽ തീബ്സ് ആയിരുന്നു. റമീസസ് എന്ന ഫറവോ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. BCE 3100-ൽ തുടങ്ങിയ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ BCE 30-ഓടെ അവസാനിച്ചു. റോമാ സാമ്രാജ്യമാണ് ഈജിപ്തിനെ കൈയടക്കിയത്. BC 30-ഓടെ റോമാ സാമ്രാജ്യം ഈജിപ്തിനെ കീഴടക്കിയതോടെ ഈജിപ്ത് സിവിലൈസേഷൻ നാമാവശേഷമായി. ക്ലിയോപാട്ര 7 കീഴടങ്ങുകയും ചെയ്തത് ഈ BCE 30ഓട് കൂടിയിട്ടാണ്. സൂര്യഘടികാരം, ജലഘടികാരം, സൗര കലണ്ടർ, ഗണിതശാസ്ത്രത്തിൽ വലിയ സംഭാവനകൾ ഇവയെല്ലാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൽകിയിരുന്നു. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കി ഒരു വർഷത്തെ അവർ വിഭജിച്ചു. ബാക്കി വന്ന 5 ദിവസങ്ങൾ അവർ ആഘോഷങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്തു. ഈജിപ്തിൽ സുലഭമായി കിട്ടുന്ന കല്ലുകളാണ് സൂര്യകാന്ത കല്ലുകൾ, അതായത് സൺസ്റ്റോൺ ക്രിസ്റ്റൽ. ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് സിവിലൈസേഷന്റെ തുടക്കം എന്ന് പറയുന്നത് BCE 2070 മുതലാകുന്നു. ചൈനയിലെ ആദ്യ രാജവംശത്തിന്റെ പേരാകുന്നു ഷിയ ഡൈനസ്റ്റി. ഈ ഷിയ രാജവംശത്തിൽ നിന്നുമാണ് ചൈനീസ് സിവിലൈസേഷൻ ആരംഭിക്കുന്നത്. ഹൊയാങ്ങോ നദീ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ആരംഭിക്കുന്നത്. ഹൊയാങ്ങോ നദിയെ മഞ്ഞ നദി എന്നും ചൈനയുടെ ദുഃഖമെന്നും പറയപ്പെടുന്നു. മഞ്ഞ നദി എന്ന ഹൊയാങ്ങോ നദിയെ പറയാനുള്ള കാരണം ഈ നദിയിൽ ഉയർന്ന അളവിൽ മഞ്ഞ നിറമുള്ള ലോ സോയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. ഹൊയാങ്ങോ നദിയെ ചൈനയുടെ ദുഃഖം എന്ന് പറയാനുള്ള കാരണം ഈ നദിയിലെ വെള്ളത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളാണ് ചൈനയുടെ ഗതി തീരുമാനിച്ചിരുന്നത്. ഒരുപാട് ഫ്ലഡ് ഈ നദി കാരണമായി ചൈന നേരിട്ടിട്ടുണ്ട്. BCE 221 മുതൽ BCE 206 വരെയുള്ള 15 വർഷങ്ങൾ നീണ്ടുനിന്ന ചൈനീസ് രാജവംശത്തിന്റെ പേരാകുന്നു ചിൻ ഡൈനസ്റ്റി. ഈ ചിൻ ഡൈനസ്റ്റിയുടെ സ്ഥാപകന്റെ പേരാകുന്നു ഷിഹുവന്തി. ഷിഹുവന്തിയുടെ കാലത്താണ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അതായത് ചൈന വൻമതിലിന്റെ പണി തുടങ്ങിയത്. പിന്നീട് ചൈന വൻമതിലിന്റെ പണി ഇന്ന് കാണുന്ന രീതിയിൽ പൂർത്തീകരിച്ചത് AD 1644-ലാണ്. അതായത് ഈ ചൈന വൻമതിലിന്റെ പണി തുടങ്ങി 1865ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ചൈന വൻമതിലിന്റെ പണി പൂർത്തീകരിച്ചത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരാം. ചിൻ രാജവംശത്തിലെ ഷിഹുവന്തി രാജാവിന്റെ കാലത്താണ് ചൈന വൻമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്ന് എഴുതിയാൽ മതി. ഇനി ഈ ചിൻ ഡൈനസ്റ്റിയിലെ ഷിഹുവന്തി രാജാവ് എത്ര വർഷത്തോളം ഭരണം നടത്തി? 15 വർഷത്തോളം ഭരണം നടത്തി. അത് BCE 221 മുതൽ BCE 206 വരെയായിരുന്നു. ചൈനയുടെ വടക്ക് ഭാഗത്ത് നിന്നുള്ള ഹ്യൂണന്മാരുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് ചൈന വൻമതിൽ നിർമ്മിച്ചത്. ചിൻ രാജവംശത്തിലെ ഷിഹുവന്തി രാജാവിന്റെ കാലത്താണ് ചൈന വൻമതിലിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതും. അത് BCE 221 ടു BCE 206 വരെയുള്ള കാലഘട്ടമാണ് ഷിഹുവന്തി രാജാവിന്റെ കാലഘട്ടം. ഭൂമിയിലെ ഏറ്റവും നീളമേറിയ മനുഷ്യനിർമ്മിതിയാണ് ചൈനയിലെ വൻമതിൽ. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 21,196 കിലോമീറ്റർ ആകുന്നു. ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഈസ് ദ ലോങ്സ്റ്റ് ഹ്യൂമൻ മെയ്ഡ് സ്ട്രക്ചർ ഓൺ എർത്ത് വിത്ത് എ ലെങ്ത് ഓഫ് 21,196 കിലോമീറ്റർ. ഏൻഷ്യൻ ചൈനയിലെ ചില പ്രധാന കണ്ടുപിടുത്തങ്ങളൊക്കെ ഒന്ന് പറയാം. വടക്കു നോക്കി യന്ത്രം, കടലാസ്, അച്ചടി, ലോഹക്കണ്ണാടി, പട്ടുവസ്ത്ര നിർമ്മാണം, ഭൂകമ്പമാപിനി, പട്ടുനൂൽ കൃഷി ഇവയെല്ലാം കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന റിട്ടൺ എക്സാം എന്ന സിസ്റ്റം കൊണ്ടുവന്നതും ചൈനക്കാരാണ്. ഏൻഷ്യൻ ചൈനയിലെ പ്രധാന മതങ്ങളായിരുന്നു കൺഫ്യൂഷ്യനിസം, താവോയിസം. കൺഫ്യൂഷ്യനിസം എന്ന മതത്തിന്റെ സ്ഥാപകൻ കൺഫ്യൂഷ്യസ് ആണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാകുന്നു ദ അനലക്സ്. താവോയിസം എന്ന മതം സ്ഥാപിച്ചത് ലാവോസു ആകുന്നു. താവോയിസത്തിന്റെ പുണ്യഗ്രന്ഥമാകുന്നു ടാവോ ചിങ്. ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നാണ് ലാവോസു അറിയപ്പെട്ടത്. ലാവോസുവിന്റെ വാക്കുകളാകുന്നു: നിങ്ങൾ കലഹത്തിന് പുറപ്പെടാതിരുന്നാൽ ആർക്കും നിങ്ങളോട് കലഹിക്കാനാവില്ല. ഇത് ലാവോസുവിന്റെ വാക്കുകളാകുന്നു. BCE 8-ാം നൂറ്റാണ്ടോടെ ചൈനീസ് സിവിലൈസേഷനിൽ 18 സിറ്റി സ്റ്റേറ്റ്സുകളാണ് ഉയർന്നു വന്നത്.
ആ സമയത്ത് ചൈനയിലെ ഗൊയാങ്ങിലെ ചൗ ഗവൺമെന്റാണ് ഈ 18 സിറ്റി സ്റ്റേറ്റ്സിന്റെയും ഭരണം നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് BC 3-ാം നൂറ്റാണ്ടോടെ ചിൻ, ചു, ഏഹി എന്നീ 3 പവർഫുൾ നേഷൻസ് ചൈനയിൽ നിലവിൽ വന്നു. ഇതിൽ മുമ്പ് പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, ഇതിൽ ചിൻ വംശത്തിലെ, അതായത് ചിൻ ഡൈനസ്റ്റിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു ശിഹുവന്തി. ശിഹുവന്തിയുടെ കാലത്താണ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ പണി തുടങ്ങിയത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷന് സിന്ധു റിവർ വാലി സിവിലൈസേഷൻ എന്നും മലയാളത്തിൽ സിന്ധു നദീതട സംസ്കാരം എന്നും പറയുന്നു. സിന്ധു റിവർ വാലി സിവിലൈസേഷന്റെ മറ്റൊരു പേരാകുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനെ മലയാളത്തിൽ ഹാരപ്പൻ സംസ്കാരം എന്നും പറയുന്നു. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാകുന്നു ഹാരപ്പ, മോഹൻജൊദാരോ, ലോത്തൽ, കാലിബംഗൻ, ധോളവീര തുടങ്ങിയവ. ഈ നഗരങ്ങൾ എല്ലാം തന്നെ സിന്ധുവിന്റെ തീരത്തല്ല. സിന്ധുവിന്റെയോ സിന്ധു നദിയുടെ പോഷക നദിയുടെയോ തീരത്ത് വരുന്ന നഗരങ്ങളിലെ സംസ്കാരങ്ങളെയെല്ലാം തന്നെ സിന്ധു നദീതട സംസ്കാരം എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ആദ്യം കണ്ടെത്തിയ നഗരം ഹാരപ്പ ആയതുകൊണ്ട് സിന്ധു റിവർ വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കാറുണ്ട്. ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ ആരംഭിക്കുന്നത് BCE 3300 മുതലാകുന്നു. ലേറ്റ് ഹാരപ്പൻ ഫേസ് എന്നത് BCE 19,000 ആകുന്നു. ഹാരപ്പൻ സിവിലൈസേഷൻ ഓർ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ സിന്ധു നദീതട പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു സിവിലൈസേഷൻ ആകുന്നു. ഈ ഒരു നാഗരികതയുടെ വ്യാപ്തി എന്നത് 1.2 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. നോർത്ത് ജമ്മു മുതൽ സൗത്ത് നർമ്മദയുടെ അഴിമുഖം വരെയും വെസ്റ്റ് ബലൂചിസ്ഥാന്റെ മക്രാൻ തീരം മുതൽ ഈസ്റ്റ് മീററ്റ് വരെയുമായിരുന്നു ഈ സിവിലൈസേഷൻ വ്യാപിച്ചു കിടന്നത്. ഈ സിവിലൈസേഷൻ ഇപ്പോഴത്തെ പാകിസ്ഥാൻ, നോർത്ത് വെസ്റ്റ് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിലെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാകുന്നു. ചാൾസ് മെയ്സൺ എന്ന ആർക്കിയോളജിസ്റ്റാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മെസപ്പൊട്ടോമിയയിലെ സുമേറിയൻ ജനത മെലുഹ എന്നാണ് സിന്ധു ജനതയെ വിളിച്ചു പോന്നിരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ തൂക്കങ്ങളും അളവുകളും ഉപയോഗിച്ചിരുന്നു. ഇനി നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനിലെ ജീവിത രീതികളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആദ്യമായി കണ്ടെത്തിയ സ്ഥലമാകുന്നു ഹാരപ്പ. ഹാരപ്പ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ മോണ്ടുഗോമറി ജില്ലയിലെ രവി നദിക്കരയിലാണ്. 1921 ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റായ ദയാറാം സാഹ്നിയാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ഹാരപ്പൻ ജനതയുടെ നിർമ്മാണ വസ്തു ഇഷ്ടികയായിരുന്നു. ആദ്യമായി പരുത്തി കൃഷി, അതായത് കോട്ടൺ കൾട്ടിവേഷൻ ചെയ്തത് ഹാരപ്പൻ ജനതയായിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന ഭക്ഷണധാന്യങ്ങളായിരുന്നു ഗോതമ്പ്, ബാർലി മുതലായവ. ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം ഇന്നത്തെ ഗുജറാത്തിലെ ലോത്തൽ എന്ന സ്ഥലത്തായിരുന്നു. നായയെയും പൂച്ചയെയും സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്നു. കുതിരയെക്കുറിച്ച് അവർ അജ്ഞരായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ലോഹം വെങ്കലമായിരുന്നു. വെങ്കലം, അതായത് ബ്രോൺസ് എന്നത് കോപ്പറിന്റെയും ടിന്നിന്റെയും അലോയിയാകുന്നു. ഇരുമ്പിനെ കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. പശുപതി, മാതൃദേവത, കാള എന്നിവ ഹാരപ്പൻ ജനതയുടെ പ്രധാന ആരാധനാമൂർത്തികളായിരുന്നു. ആര്യന്മാരുടെ ആഗമനം കാരണമായോ പ്രകൃതിക്ഷോഭത്തിലൂടെയോ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതായതായി കരുതപ്പെടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നത് പഞ്ചാബിലെ രൂപാർ എന്ന സ്ഥലമാകുന്നു. ഋഗ്വേദത്തിൽ ഹരിയുബിയ എന്ന വിശേഷണമാണ് ഹാരപ്പയ്ക്കുള്ളത്. സൈന്ധവ ജനത മൃതദേഹങ്ങളെ അടക്കം ചെയ്തിരുന്നു എന്നതിനുള്ള ഒരേ ഒരു തെളിവ് നൽകുന്ന സ്ഥലവും ഹാരപ്പയാകുന്നു. ഇനി നമുക്ക് മോഹൻജൊദാരോയെ കുറിച്ച് പഠിക്കാം. മോഹൻജൊദാരോയിലെ ജനങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ച് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. 1922 മോഹൻജൊദാരോ എന്ന നാഗരികത കണ്ടെത്തി. 1922 RD ബാനർജിയാണ് മോഹൻജൊദാരോ കണ്ടെത്തിയത്. മോഹൻജൊദാരോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ലാർക്കാനോ ജില്ലയിൽ സിന്ധു നദീതട പ്രദേശത്താകുന്നു. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് മോഹൻജൊദാരോ ആകുന്നു. 2 നിരകൾ വീതമുള്ള 6 ധാന്യപ്പുരകൾ, തൊഴിൽശാലകൾ, പട്ടിമാനിനെ വേട്ടയാടുന്ന രൂപം, കാളവണ്ടിയുടെ രൂപം എന്നിവ കണ്ടെത്തിയത് മോഹൻജൊദാരോയിൽ നിന്നുമാകുന്നു. മോഹൻജൊദാരോവിന്റെ അടുത്തുള്ള സ്ഥലമായ ചാൻഹുദാരോ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രമായിരുന്നു. ഗ്രേറ്റ് ബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാസ്നാനഘട്ടം, അഴുക്കുചാൽ സംവിധാനം, അസംബ്ലി ഹാൾ, വലിയ ധാന്യപ്പുര, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ബ്രോൺസ് സ്റ്റാച്ചു,
പശുപതി മഹാദേവന്റെ രൂപം, പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന ഒരു താടിക്കാരന്റെ രൂപം, എരുമയുടെ വെങ്കല രൂപം എന്നിവ കണ്ടെത്തിയത് മോഹൻജൊദാരോവിൽ നിന്നുമാണ്. കൃത്യമായ ടൗൺഷിപ്പ് മോഹൻജൊദാരോവിൽ കണ്ടെത്തിയിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാകുന്നു ലോത്തൽ. 1955 SR റാവു ആണ് ഇത് കണ്ടെത്തിയത്. ഇന്ത്യയിലെ ഗുജറാത്തിലാണ് ലോത്തൽ എന്ന സ്ഥലം. മുത്തുകൾ നിർമ്മിക്കുന്ന വ്യവസായശാലകളുടെ തെളിവ് ലോത്തലിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നെൽകൃഷി ചെയ്തതിന്റെ അവശിഷ്ടങ്ങളും ലോത്തലിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ലോത്തൽ എന്നത് ഒരു തുറമുഖ നഗരമാകുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാകുന്നു കാലിബംഗൻ. ഈ നഗരം രാജസ്ഥാനിലെ ഗഗർ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാകുന്നു. 1953 എ ഘോഷാണ് കാലിബംഗൻ കണ്ടെത്തിയത്. എല്ലാ വീടുകൾക്കും ഒരു കിണർ എന്ന സംവിധാനം കാലിബംഗനിൽ ഉണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ എല്ലുകൾ, തീകുണ്ടത്തിന്റെ അവശിഷ്ടങ്ങൾ, ഉഴുതുമറിച്ച പാടങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കാലിബംഗനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ധോളവീര എന്ന നഗരം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. 1985, 1990 കാലഘട്ടങ്ങളിലായി RS ദീക്ഷിത് ആണ് ഈ നഗരം കണ്ടെത്തിയത്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അവസാനം കണ്ടെത്തിയ നഗരങ്ങളിലൊന്നാണ് ധോളവീര. ഏകീകൃത ജലസേചന സംവിധാനം ഉണ്ടായിരുന്ന ഒരു പ്രധാന നഗരമായിരുന്നു ധോളവീര. 4500 വർഷം പഴക്കമുള്ള സ്ത്രീയുടെ മൃതശരീരം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നും നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഷോട്ട്ഗായ് എന്ന സ്ഥലത്ത് നിന്നും കടും നീല നിറത്തിലുള്ള രത്നങ്ങൾ ലഭിച്ചിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകൾ കൂടി പറയാം. ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സർവേയുടെ ആദ്യ ഡയറക്ടർ അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇദ്ദേഹമാണ് ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്, അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേര് ആദ്യമായി വിളിച്ച ആർക്കിയോളജിസ്റ്റ് ആരാകുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേരിട്ട് വിളിച്ച ആർക്കിയോളജിസ്റ്റിന്റെ പേരാകുന്നു ജോൺ മാർഷൽ. ഇന്നേ വരെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന അഴുക്കുചാൽ സമ്പ്രദായമാണ് മോഹൻജൊദാരോവിലുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട ആർക്കിയോളജിസ്റ്റ് ആരാകുന്നു? അദ്ദേഹത്തിന്റെ പേരാണ് ഏണസ്റ്റ് മെക്കെ. ഋഗ്വേദത്തിലെ ആശയങ്ങളെ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ഇണക്കിച്ചേർക്കാൻ ശ്രമിച്ച ആർക്കിയോളജിസ്റ്റിന്റെ പേരെന്താകുന്നു? അദ്ദേഹമാകുന്നു മോർട്ടിമൽ വീലർ.